ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പാത്തൂസ് മാജിക് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏത് ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ചോക്ലേറ്റി ഫ്ലേവറിലുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/4 കപ്പ് മൈദ. നന്നായി വടിച്ചെടുക്കണം, നല്ല കറക്റ്റായ അളവിൽ വടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതെല്ലാം ഒരു അരിപ്പയിലേക്കിട്ട് നന്നായി 3 തവണ സീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താലും മതി. ഒരു തവണ സീവ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 4 എഗ്ഗാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ എഗ്ഗ് യോക്കും വൈറ്റും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ എഗ്ഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് യോക്കിൻ്റെ ഒരു ബാഡ് സ്മെല്ല് കേക്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഗ്ഗ് യോക്കിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം. എഗ് വൈറ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായാൽ നമുക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായി ആഡ് ചെയ്ത് നന്നായി ഒരു ക്രീമി പരുവത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് വൈറ്റ് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ എഗ് യോക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ലൂസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് ഈ ചോക്ലേറ്റ് കേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഈ ലൈറ്റ് ചൂടുള്ള പാലിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ച ഫ്ലോറിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലോറ് കുറേശ്ശെ ഇടവിട്ട് പാലിൻ്റെ മിക്സും ഫ്ലോറും ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നല്ല സ്ലോലി നല്ല കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാന് ഓയിലൊന്നും ബ്രഷ് ചെയ്തിട്ടില്ല, വെറും ബട്ടർ പേപ്പർ മാത്രം വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പാനിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലാറ്റ് ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റായ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മളെ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണ്. ഏത് ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.